എല്ലാവർക്കും എക്സാം ഫയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 CBSE എക്സാം സീരീസിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് നോർമലി നമ്മൾ പാർട്ട്ണർഷിപ്പിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതുപോലെ തന്നെ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരുമ്പോൾ ചിലപ്പോൾ ഇത് അലോ ചെയ്യാനായിട്ട് ബൈ മിസ്റ്റേക്ക് വിട്ടുപോകാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാനായിട്ട് വിട്ടുപോകുന്ന കേസുകൾ ഉണ്ടാവാം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മിസ്റ്റേക്ക് വരാം. സപ്പോസ് ഈക്വലി ഷെയർ ചെയ്യേണ്ടടുത്ത് നമ്മൾ വേറൊരു റേഷ്യോയിൽ ഷെയർ ചെയ്യേണ്ട സിറ്റുവേഷൻസ്, അങ്ങനെ ചില മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഈ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഈ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡ്സ് അവിടെയുണ്ട്. മെത്തേഡ് എ എന്ന് പറയുന്നത് ഒരു സിംഗിൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി കൊണ്ട് നമ്മൾ എങ്ങനെ ഈ മിസ്റ്റേക്കിനെ കറക്റ്റ് ചെയ്യുന്നു. ഒന്നിലധികം മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, പക്ഷേ നമ്മളവിടെ ഒരേ ഒരു എൻട്രി മാത്രമാണ് പാസ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്കൊരു അനലൈറ്റിക്കൽ ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും, നെറ്റ് എഫക്റ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും, അതിനുശേഷം അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി റെക്കോർഡ് ചെയ്യണം. രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് വരുന്നത് മൾട്ടിപ്പിൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ്. അതായത് വരുന്ന ഓരോ മിസ്റ്റേക്കിനും അതിൻ്റേതായ സെപ്പറേറ്റ് എൻട്രികൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഓരോ മെത്തേഡ്സും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് മെത്തേഡ് എ, അതായത് ഒരു സിംഗിൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതിലാദ്യം നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു അനലൈറ്റിക്കൽ ടേബിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അനലൈറ്റിക്കൽ ടേബിളിൻ്റെ ഫോർമാറ്റ് വരുന്നത് എങ്ങനെയാണ്, നമുക്കൊരു പെർട്ടിക്കുലേഴ്സ് കോളം ഉണ്ടാവും. എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അത്രയും പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ട് കോളം. ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ ഞാൻ 3 പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ട് കോളമാണ് വരച്ചിരിക്കുന്നത്. 2 പാർട്ട്നേഴ്സ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ 2 പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ട് കോളം, അതിനെ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിനുശേഷം ഫേമിൻ്റെ ഒരു കോളം, ഫേമിൻ്റെ കോളം എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഫോർമാറ്റിലാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. അതും ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിൽ എന്താണോ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്, ഇപ്പം ഇവിടെ എക്സാമ്പിളായിട്ട് ഞാൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതിയിട്ടുണ്ട്. സപ്പോസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യേണ്ട പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 8% ആയിരുന്നു. ബട്ട് ബൈ മിസ്റ്റേക്ക് അത് എന്ത് ചെയ്തു, 6% ചാർജ് ചെയ്തു. അതായത് ഇവിടെ വന്ന മിസ്റ്റേക്ക് എന്താണ്, 8% ചാർജ് ചെയ്യേണ്ട സമയത്ത് 6% ആണ് ചാർജ് ചെയ്തത്. സോ ഇവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. സോ എനിക്ക് ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പെർട്ടിക്കുലേഴ്സിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ എഴുതുന്നു. എന്നിട്ട് അതിൻ്റെ എമൗണ്ട് എയ്ക്കും ബിക്കും സിക്കും വരുന്ന എമൗണ്ട് എത്രയാണോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എവിടെ എഴുതുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ആ സൈഡിൽ വേണം എഴുതാൻ. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അല്ലേ? സോ ഇവിടെയും പാർട്ട്നേഴ്സിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ നമ്മൾ ആ എമൗണ്ടിനെ റെക്കോർഡ് ചെയ്യുന്നു. ഫേമിൻ്റെ എഴുതുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഫോർമാറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഏത് സൈഡിലാണ് നമ്മൾ എഴുതുക, ഡെബിറ്റ് സൈഡിലാണ് എഴുതുക, അല്ലേ? സോ ഈ 3 പാർട്ട്നേഴ്സിൻ്റെയും ടോട്ടൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതാം. ഇനി സപ്പോസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിലാണ് മിസ്റ്റേക്ക് വന്നത് എന്ന് വിചാരിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ഇവിടെ എഴുതുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. സോ ഇവിടെ എയുടെയും ബിയുടെയും സിയുടെയും ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. സോ ക്രെഡിറ്റിൻ്റെ എമൗണ്ട് കോളത്തിൽ ഈ 3 എമൗണ്ടിൻ്റെയും ടോട്ടൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഈ ഒരു ഫോർമാറ്റാണ് നമ്മൾ അനലൈറ്റിക്കൽ ടേബിളിന് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് വൈസ് തന്നെ ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു അനലൈറ്റിക്കൽ ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം എന്തൊക്കെയാണോ ഒമിറ്റ് ചെയ്തത് അതിവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ എവിടെ എഴുതണം, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ എവിടെ എഴുതണം. എന്നിട്ട് ഈ വന്ന മിസ്റ്റേക്കുകൾ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. 1-2 മിസ്റ്റേക്കുകളാണ് നമുക്ക് യൂഷ്വലി ഒരു ക്വസ്റ്റിന് തരിക. എത്രയൊക്കെ മിസ്റ്റേക്കുകൾ തന്നിട്ടുണ്ടോ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എഴുതുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ കോളത്തിനെ ടോട്ടൽ ചെയ്യണം. അതായത് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ച് അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതായത് ഇപ്പം ഞാൻ ഈ കാണിച്ച ഫോർമാറ്റിൽ നമ്മൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എഴുതിയതിന് ശേഷം എയുടെ ഡെബിറ്റും ക്രെഡിറ്റും, ബിയുടെ ഡെബിറ്റും ക്രെഡിറ്റും, സിയുടെ ഡെബിറ്റും ക്രെഡിറ്റും, അതുപോലെ തന്നെ ഫേമിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യണം. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂസ് അവിടെ ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോർമാറ്റിൻ്റെ ഇവിടെ തന്നെ എന്ത് ചെയ്യുക, ആ ടോട്ടൽ വാല്യൂസ് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേമിൻ്റെ ടോട്ടൽ കോളം, ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ടോട്ടൽ കോളം നമുക്ക് എന്ത് വരും, ഈക്വൽ ആയിട്ടാണ് വരിക.
അതായത് അവിടെ ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ചെയ്ത് കഴിയുമ്പോൾ either നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ either നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഐറ്റം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സപ്പോസ് നമുക്ക് ലോസ് ആണെന്നുണ്ടെങ്കിൽ ലോസ് ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏത് സൈഡിലാണ് നമ്മൾ എഴുതുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ആ എമൗണ്ട് കോളത്തിൽ എഴുതുക, ഫേമിൻ്റെ അവിടെയും അതുപോലെ തന്നെ ടോട്ടൽ ചെയ്ത് എഴുതുക. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ വാല്യൂസ് എല്ലാം ടോട്ടൽ ചെയ്ത് താഴേക്ക് എഴുതുക. അപ്പോൾ ഇത് ചെയ്തത് കറക്റ്റായിട്ടാണെങ്കിൽ ഫേമിൻ്റെ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ടോട്ടൽ സെയിം ആയിരിക്കും, പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർപ്ലസോ ഡെഫിസിറ്റോ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എഴുതുന്നത്. ഫേമിൻ്റെ ടോട്ടൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും, അവിടെ ബാലൻസ് എന്ന് പറയുന്നത് നില്ലായിരിക്കും, ബട്ട് പാർട്ട്നേഴ്സിന് അവിടെ ഡിഫറൻസ് എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആ ഡിഫറൻസ് എമൗണ്ടിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ്മെൻറ്റ് ജേർണൽ എൻട്രി എഴുതുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് നെറ്റ് ബാലൻസ് ഫോർ ഈച്ച് പാർട്ട്ണർ, ഓരോ പാർട്ട്നേഴ്സിനും വരുന്ന നെറ്റ് ബാലൻസ് എത്രയാണോ എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ്മെൻറ്റ് ജേർണൽ എൻട്രി എഴുതുന്നു. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെയാണ് നമ്മളിവിടെ എടുക്കുന്നത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ്. ഇപ്പോൾ ഡെബിറ്റ് ചെയ്യുന്നത് ഏത് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ടിനെയാണ്, ദ പാർട്ട്ണർ ഹൂ റെസീവ്ഡ് എക്സസ് വന്ന പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഷോർട്ടേജ് വന്ന, അതായത് ഡെഫിസിറ്റ് വന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ജേർണൽ എൻട്രി വരുമ്പം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് എന്ന് തന്നെയാണ്. ബട്ട് ഡെബിറ്റ് ചെയ്യുന്നത് എക്സസ് വന്ന പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെയും ക്രെഡിറ്റ് ചെയ്യുന്നത് ഷോർട്ടേജ് വന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ടിനെ ആയിരിക്കും. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ വന്ന മിസ്റ്റേക്കിനെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. P and Q were partners sharing profits equally. Their fixed capital were Pയുടെ 1 lakhും Qൻ്റെ 50,000ഉം ആണ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നത് 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പെർ ആനം പേ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഫോർ ദി ഇയർ എൻഡഡ് 31st March 2016 പ്രോഫിറ്റ് വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തൗട്ട് പ്രൊവൈഡിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സോ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീഡിൽ, പക്ഷേ എന്ത് ചെയ്തില്ല, അത് പ്രൊവൈഡ് ചെയ്യാതെ തന്നെ പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ജേർണൽ എൻട്രി ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ടുപേരുടെയും കാൽക്കുലേറ്റ് ചെയ്യാം. 1 lakhിൻ്റെ 10%ഉം 50,000ൻ്റെ 10%ഉം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10,000ഉം 5,000ഉം ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റ് ടേബിൾ അല്ലെങ്കിൽ അനലൈറ്റിക്കൽ ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ട് കോളേ വന്നിട്ടുള്ളൂ, ഇതിൻ്റെ അടുത്തൊരു ഫേമിൻ്റെ എമൗണ്ട് കോളം കൂടി ഉണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടി വെച്ച് വേണം ചെയ്യാൻ. അപ്പം നമുക്ക് ഫസ്റ്റ് വന്ന മിസ്റ്റേക്ക് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് മിസ്റ്റേക്ക് വന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൾറെഡി നമ്മൾ വർക്കിംഗ് നോട്ടിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, പാർട്ട്നേഴ്സിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലേക്കാണ് നമ്മൾ എഴുതുന്നത്. കാരണം എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യുക. സോ പിയുടെ ക്രെഡിറ്റ് സൈഡിൽ 10,000, ക്യൂവിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 5,000, ഫേമിൻ്റെ ഡെബിറ്റ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ടോട്ടൽ 15,000 നമ്മൾ റെക്കോർഡ് ചെയ്തു. ഈ ഒരു ഐറ്റം മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ. അപ്പോൾ ഇതിനെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഫേമിൻ്റെ 50,000 നമ്മൾ എഴുതി ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ. അതിനുശേഷം ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫേം പേ ചെയ്യുന്ന ഒരു ഐറ്റമാണ്, അതായത് ഫേമിനെ സംബന്ധിച്ച് ഫേമിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വരുന്നതാണ്. സോ ഈ 15,000 എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോസ് ആയിരിക്കും. അപ്പോൾ ലോസിനെ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. ക്വസ്റ്റിന് നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒന്നും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്, 1:1 എന്നുള്ള ഈക്വൽ റേഷ്യോയിൽ. സോ 15,000നെ ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 7,500 വരും. ലോസ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലാണ് നമ്മൾ എഴുതുന്നത്. സോ 7,500 രണ്ട് പാർട്ട്നേഴ്സിൻ്റെ ഡെബിറ്റിൽ എഴുതുക. ഫേമിൻ്റെ കോളത്തിൽ വരുമ്പോൾ ഫേമിൻ്റെ ക്രെഡിറ്റിൽ വേണം എഴുതാൻ. സോ ക്രെഡിറ്റിൽ ഇതിൻ്റെ ടോട്ടൽ 15,000 എഴുതുക. സോ ഫേമിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടൽ സെയിം ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്ത് എമൗണ്ട് താഴേക്ക് എഴുതുക. അപ്പോൾ ടോട്ടൽ ചെയ്ത് എഴുതുമ്പോൾ നെറ്റ് വാല്യൂസ് എത്രയാണോ വരുന്നത്, ഇപ്പം എയുടെ വരുമ്പോൾ ഡെബിറ്റ് 7,500, ക്രെഡിറ്റ് 10,000, ക്യൂവിൻ്റേത് 7,500, 5,000, ഫേമിൻ്റെ രണ്ട് സൈഡ് 15,000 വെച്ചിട്ട് വരുന്നു. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കാണുക, നെറ്റ് ബാലൻസ് കാണുക. അപ്പം എയുടെ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിൽ 2,500 ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ പിയുടെ ക്യൂവിൻ്റെ ഡിഫറൻസ് വരുന്നത് 2,500 ആണ്.
ഫേമിൻ്റെ ഡിഫറൻസ് ഒന്നുമില്ല, നിൽ എന്ന് നമുക്ക് അവിടേക്ക് എഴുതാം. ഇനി ഇത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ, അതായത് എക്സസ് ആണോ ഷോർട്ടേജ് ആണോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? പി എ സംബന്ധിച്ച് പിക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് കിട്ടേണ്ടിയിരുന്നത് 10,000 ആണ്. ബട്ട് എത്രയേ റിസീവ് ചെയ്തിട്ടുള്ളൂ? 7,500 ആണ് റിസീവ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ എന്താ വന്നത്? ഷോർട്ടേജ് ആണ് വന്നത്. അതായത് 10,000 കിട്ടേണ്ടടുത്ത് 7,500 വന്നിട്ടുള്ളൂ. സോ പിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഷോർട്ടേജ് വന്ന പാർട്ട്ണറിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ക്യൂവിൻ്റെ നോക്കുക, 5,000 ആയിരുന്നു കിട്ടേണ്ടിയിരുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട്. ബട്ട് ലോസ് ഡിവൈഡ് ചെയ്തപ്പോൾ 7,500 വന്നു. അതായത് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, എക്സസ് ആണ്. എക്സസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എങ്ങനെയാണ് വരുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ ആയതുകൊണ്ട് നമ്മൾ കറണ്ട് അക്കൗണ്ട് ആണ് എടുക്കുന്നത്. ക്യൂസ് കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു പീസ് കറണ്ട് അക്കൗണ്ട് 2,500 വരും എമൗണ്ട്. ഇങ്ങനെയാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. X, Y and Z share profits of 1,50,000 in the ratio 2:2:1. However, the partnership deed was silent about the profit sharing ratio. Silent ആണെങ്കിൽ എങ്ങനെയാണ്? ഈക്വലി ആണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. അതായത് 1:1:1 എന്നുള്ള റേഷ്യോയിലാണ് ഷെയർ ചെയ്യേണ്ടത്. ബട്ട് മിസ്റ്റേക്ക് എന്താ സംഭവിച്ചത്? 2:2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കറക്റ്റ് ചെയ്യണം. സോ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മളൊരു അനലൈറ്റിക്കൽ ടേബിൾ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് മാത്രം ഉള്ളതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഡെബിറ്റും ക്രെഡിറ്റും എന്ന് കൊടുക്കാതിരുന്നത്. പ്രോഫിറ്റ് നമുക്ക് അത് മാത്രം ചെയ്താൽ മതിയല്ലോ. സോ എക്സ്, വൈ, ഇസഡ് 3 പാർട്ട്നേഴ്സിൻ്റെയും എമൗണ്ട് കോളംസ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം മിസ്റ്റേക്ക് ആയിട്ട് എഴുതിയ പ്രോഫിറ്റിനെയാണ് എഴുതുന്നത്. പ്രോഫിറ്റ് ഓൾറെഡി ക്രെഡിറ്റ് 2:2:1 നമ്മുടെ പ്രോഫിറ്റ് എമൗണ്ട് എത്രയായിരുന്നു? 1,50,000 ആയിരുന്നു. സോ 2:2:1 ഡിവൈഡ് ചെയ്യുമ്പം 60,000, 60,000, 30,000 വരും. അതിനുശേഷം കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ 1:1:1 ഡിവൈഡ് ചെയ്യുമ്പോൾ 50,000, 50,000, 50,000 ഇങ്ങനെയാണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഡിഫറൻസ് നോക്കുന്നു. നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്ത് കൊടുത്ത 60,000 ആണ്. ശരിക്കും 50,000 വരുള്ളൂ. അതായത് 10,000 എത്ര വന്നിട്ടുണ്ട്? എക്സസ് വന്നിട്ടുണ്ട്. സോ എക്സസ് വന്നാൽ നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വൈഡേത് 60,000 കിട്ടേണ്ടടുത്ത് 50,000 കൊടുക്കേണ്ടടുത്ത് 60,000 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും എക്സസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ഇസഡിൻ്റെ കേസിൽ എന്താ വന്നിരിക്കുന്നത്? 30,000 ആണ് ആദ്യം പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തത്. ബട്ട് ആക്ച്വലി കിട്ടേണ്ടത് എത്രയാണ്? 50,000 ആണ്. സോ അവിടെ എന്താ വന്നത്? ഷോർട്ടേജ് ആണ് വന്നിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം? ഇസഡിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ജേർണൽ എൻട്രി എഴുതുമ്പോൾ എങ്ങനെ വരും? എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇസഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എക്സിൻ്റെ വൈഡ് 10,000 വെച്ച് വരും. ഇസഡിൻ്റേത് എക്സിൻ്റെ വൈഡ് 10,000, ഇസഡിൻ്റേത് 20,000 വെച്ചിട്ടാണ് എമൗണ്ട് വരുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. അവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 60,000, 20,000 ആണ്. അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് 30,000 വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തൗട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% ആൻഡ് സാലറി ടു 1,000 പെർ മന്ത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും കൊടുക്കാതെയാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ അവിടുത്തെ മിസ്റ്റേക്ക് അതാണ്. എ വിഡ്രോ ചെയ്തത് 10,000 വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി വിഡ്രോ ചെയ്തത് എത്രയാണ്? 20,000 ആണ്. ഇത്രയും ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു അനലൈറ്റിക്കൽ ടേബിൾ നമുക്ക് വരയ്ക്കണം. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് മുൻപ് നമ്മൾ വർക്കിംഗ് നോട്ട് ആദ്യം നമുക്ക് എന്ത് വേണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സാലറിയുടെ എമൗണ്ടും ഫൈനൽ എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. സോ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് വീഡിയോയിലുണ്ട്. അപ്പോൾ അത് ഡൗട്ടുള്ള കുട്ടികൾ ആ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് കിട്ടും. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ആദ്യം 2 പേരുടെയും എയുടെയും ബിയുടെയും ക്ലോസിംഗ് ക്യാപിറ്റൽ 60,000, 20,000 വെച്ച് തന്നിട്ടുണ്ട്. പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ ഡ്രോയിങ്സ് ആഡ് ചെയ്യുകയും പ്രോഫിറ്റ് ഡിഡക്റ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ. സോ ഡ്രോയിങ്സ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന 10,000, 20,000 ആണ്. അത് നമ്മൾ ആഡ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് തന്നിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 30,000 ആണ് 3:2 റേഷ്യോയിൽ. സോ 3:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിട്ട് ആ വാല്യൂസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. സോ ഇത് രണ്ടും നമ്മൾ
ഡിഡക്റ്റ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ 52,000 28,000 ആണ് കിട്ടുന്നത്. ഇതിൻ്റെ വേണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. 52,000 12%, 28,000 12% വെച്ച് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സാലറി പറഞ്ഞിരിക്കുന്ന എയ്ക്ക് 1,000 പെർ മന്ത് ആണ്. സോ 1,000 × 12,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇത്രയും എമൗണ്ട്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് അനലൈറ്റിക്കൽ ടേബിളിൽ എഴുതേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അനലൈറ്റിക്കൽ ടേബിൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതുന്നു. നമുക്കറിയാം പാർട്ട്നേഴ്സിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ് നമ്മൾ എഴുതുന്നത്. ഫേമിൻ്റെ വരുമ്പോൾ എവിടെ വരും, ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ വരും. എന്നിട്ട് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ അതിൻ്റെ ടോട്ടൽ എത്ര വരും, 9,600 വരും. അത് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. സാലറി എന്ന് പറയുന്ന എയുടെ മാത്രമേ ഉള്ളൂ, അത് 12,000 എഴുതുന്നു. അതും ഫേമിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതണം 12,000. അത്ര ഐറ്റംസേ വരുന്നുള്ളൂ. ഇത് രണ്ട് ഫേം പേ ചെയ്യേണ്ട ഐറ്റംസ് ആണ്, അതുകൊണ്ട് തന്നെ ലോസ് ആണ്. 3:2 ഡിവൈഡ് ചെയ്ത് പാർട്ട്നേഴ്സിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും ഫേമിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലും വേണം അതിൻ്റെ ടോട്ടൽ എഴുതാൻ. 21,600 വരും. അതായത് ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും വാല്യൂ എന്താണ്, ഈക്വൽ ആണ്. അതായത് നമ്മളിവിടെ 21,600 എഴുതുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ് എഫക്റ്റ് കണ്ടുപിടിക്കുന്നു. എയുടെ ടോട്ടൽ, ബിയുടെ ടോട്ടൽ, ഫേമിൻ്റെ ടോട്ടൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12,960, 18,240, 8,640, 3,360, പിന്നെ ഇവിടെ നമുക്ക് 21,600 രണ്ടിടത്തും ഒരേ വാല്യൂ ആണ് വരുന്നത്. സോ അവിടെ ഡിഫറൻസ് നമുക്ക് നില്ലാണ്, ഡിഫറൻസ് ഇല്ല. ബട്ട് പാർട്ട്നേഴ്സിന് വ്യത്യാസമുണ്ട്. എയ്ക്ക് വരുന്നത് 5,280 ബിക്ക് വരുന്നത് 5,280 ആണ്. അപ്പോൾ എയുടെ നോക്കിയാൽ നമുക്കറിയാം എയ്ക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ടും സാലറി ആയിട്ടും കിട്ടേണ്ട എമൗണ്ട് ഇതാണ്. അവർക്ക് ലോസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് 12,960 ആണ്. അതായത് ആക്ച്വലി കൊടുക്കേണ്ട എമൗണ്ടിനേക്കാൾ കുറവാണ് ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് ഷോർട്ടേജ് ആണ് വന്നിരിക്കുന്നത്. ഷോർട്ടേജ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ബിക്ക് എക്സസ് ആണ് വന്നിരിക്കുന്നത്. എക്സസ് വന്നാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. സോ ജേർണൽ എൻട്രി എങ്ങനെ വരും, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,280 എന്നുള്ളതാണ് ജേർണൽ എൻട്രി, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ആയിട്ട് നമുക്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത്, ആശ, നിഷ ആൻഡ് ദിഷ വെയർ പാർട്ട്നേഴ്സ്. അവരുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ 1,50,000, 1,20,000, 90,000 ഗിവൺ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10% ആണ്. ഇത് രണ്ടും ഒമിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിലുമാണ്. ഡ്രോയിങ്സ് 50,000, 60,000, 30,000 തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 1 lakh ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:2:1 ആണ്. സോ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് വർക്കിംഗ് നോട്ടിൽ എന്താ ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ തരുന്ന എല്ലാ ക്വസ്റ്റ്യനിലും പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ മേൽ മാത്രമാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഇപ്പോൾ 3 പാർട്ട്നേഴ്സിൻ്റെയും നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. 1,50,000, 1,20,000, 90,000. അതിൻ്റെ കൂടെ നമ്മൾ തന്നിരിക്കുന്ന ഡ്രോയിങ്സ് 50,000, 60,000, 30,000 ആഡ് ചെയ്യുന്നു. പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന 2:2:1 റേഷ്യോയിലാണ്. പ്രോഫിറ്റിനെ നമ്മൾ ഡിഡക്റ്റ് ആണ് ചെയ്യേണ്ടത്. 40,000, 40,000, 20,000 ഇതെന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. 1,60,000, 1,40,000, 1 lakh ഈ എമൗണ്ട്സ് നമുക്ക് കിട്ടും. ഈ എമൗണ്ടുകളുടെ 10% ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. സോ 16,000, 14,000, 10,000 അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ വാല്യൂ വരുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് കാണേണ്ടത് 10% വെച്ചിട്ടാണ്. പക്ഷേ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഡ്രോയിങ്സ് വന്നിരിക്കുന്ന ഡേറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഡേറ്റ് തരാത്ത ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴും 6/12 ആയിരിക്കും. അത് വിട്ടുപോവാതെ തന്നെ ഓർത്തിരിക്കുക. കാരണം ക്വസ്റ്റനിൽ അത് ശ്രദ്ധിക്കണം എന്നില്ല. ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, ഇപ്പോൾ ഡ്രോയിങ്സ് 50,000 ആണെങ്കിൽ 50,000 × 10% എന്ന് ചെയ്യും. അത് മിസ്റ്റേക്കാണ്. നമുക്ക് അവിടെ ആവറേജ് പീരീഡും കൂടി എടുക്കണം. സോ 50,000 × 10/100 × 6/12 എന്നാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 2,500, 60,000 10% 6/12 3,000, 30,000 10% 6/12 1,500. ഈ 3 പാർട്ട്നേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അനലൈറ്റിക്കൽ ടേബിൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതുന്നു. 16,000, 14,000, 10,000 ടോട്ടൽ നമ്മൾ ഇവിടെ ഫേമിൻ്റെ കോളം ഉണ്ട്. 1-2 ക്വസ്റ്റനിൽ നമ്മളിവിടെ ഇതിൽ വന്നിട്ടില്ല ഫോർമാറ്റിൽ, ബട്ട് നിങ്ങളത് ഓർത്തിരുന്നോണം. ഇവിടെ ഫേമിൻ്റെയും കൂടെ കോളം ഉണ്ട്. സോ ഫേമിൻ്റെ ഡെബിറ്റ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതുക. 2,500, 3,000, 1,500 ടോട്ടൽ ഫേമിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതുക.
എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫേം പേ ചെയ്യേണ്ട ഐറ്റമാണ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കമ്പനിക്ക് റിസീവ് ചെയ്യേണ്ട ഐറ്റമാണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ നമ്മൾ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഏതാണോ കൂടുതലെന്ന് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് കൂടുതലെങ്കിൽ, ടോട്ടൽ കൂടുതലെങ്കിൽ അത് ലോസും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ അത് പ്രോഫിറ്റും ആയിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കുക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫേം പേ ചെയ്യേണ്ടതാണ്. സോ പേ ചെയ്യേണ്ട ഐറ്റമാണ് കൂടുതലെങ്കിൽ അത് ഫേമിന് ലോസ് ആയിരിക്കുമല്ലോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഫേമിന് റിസീവ് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പോൾ അത് കൂടുതലാണെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് ആയിരിക്കും. സോ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ടോട്ടലാണ് കൂടുതൽ, സോ എന്താണ്? ലോസ് ആണ് വരുന്നത്. സോ ഡിഫറൻസ് 33,000 ആണ് നമുക്ക് വരുന്നത്. അതിനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ട് കോളത്തിലും ഫേമിൻ്റെ എമൗണ്ട് കോളത്തിലും എഴുതുക. 13,200, 13,200, 6,600 ഇതാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. ഇനി നമ്മൾ യൂഷ്വലി ചെയ്തതുപോലെ തന്നെ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത വാല്യൂസ് ആണ് ഇതെല്ലാം. ടോട്ടൽ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ എയ്ക്ക് 300 വരും, നിഷയ്ക്ക് 2,200 വരും, ദിശയ്ക്ക് 1,900 വരും. ഇവിടെ എക്സസ് വന്നിരിക്കുന്നത് നിഷയ്ക്കാണ്, അതുകൊണ്ട് നിഷയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഷോർട്ടേജ് വന്നിരിക്കുന്നത് ആശയ്ക്കും ദിശയ്ക്കുമാണ്, അവരുടെ രണ്ടുപേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സോ ജേണൽ എൻട്രി എങ്ങനെ വരും? നിഷാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2,200, ടു ആശാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 300, ടു ദിഷാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1,900. ഇതാണ് നമുക്ക് വരുന്ന ജേണൽ എൻട്രി. കുറേ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇല്ലുസ്ട്രേഷനിൽ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്കവിടെ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അടുത്ത നമ്മൾ രണ്ടാമത്തെ മെത്തേഡാണ് പറയുന്നത് മൾട്ടിപ്പിൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഒറ്റ ഒരു എൻട്രി കൊണ്ടല്ല, നമ്മൾ ഓരോ മിസ്റ്റേക്കിനും ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഇതിനെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ യൂഷ്വലി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഐറ്റംസ്, ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് പറയുമ്പോൾ യൂഷ്വലി നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരും, പാർട്ട്നേഴ്സിൻ്റെ സാലറി, അതുപോലെ തന്നെ റെമ്യൂണറേഷൻ, കമ്മീഷൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് അല്ലേ. ക്രെഡിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഐറ്റംസിനാണ് മിസ്റ്റേക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ജേണൽ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് എന്നുള്ളതായിരിക്കും. ഇനി അതല്ല ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റത്തിനാണ് മിസ്റ്റേക്ക് വരുന്നതെങ്കിൽ, ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് യൂഷ്വലി ഏതാ വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് വരുന്നത്, പിന്നെ ലോസ്, അതിനാണ് മിസ്റ്റേക്ക് വരുന്നതെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ളതായിരിക്കും ജേണൽ എൻട്രി വരിക. ഇങ്ങനെ നമ്മൾ വന്ന മിസ്റ്റേക്കുകൾക്കെല്ലാം എൻട്രി എഴുതി അതിൻ്റെ നെറ്റ് എഫക്റ്റ് നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് വരുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജേണൽ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് എന്നും, നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നും ആയിരിക്കും എൻട്രി വരിക. അപ്പോൾ നമ്മൾ ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ ഒരു ഐറ്റം എഴുതുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എഴുതാൻ പറ്റുക. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. PQRR പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓൺ 1 April 2022. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലാണ് നമുക്ക് തന്നിരിക്കുന്നത്. 2022 ഓപ്പണിംഗ് ക്യാപിറ്റൽ 3 lakhും 1,50,000ഉം 1,50,000ഉം ആണ് തന്നിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നത് ആറിനൊരു റെമ്യൂണറേഷൻ 36,000 പെർ ആനം റെമ്യൂണറേഷൻ കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു 5% ഉണ്ട്. പ്രോഫിറ്റിനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 1,80,000 തന്നിട്ടുണ്ട്. വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി എമംഗ് 3 പാർട്ട്നേഴ്സ്. അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് വന്നു. എന്താണ്? 1:1 എന്നുള്ള റേഷ്യോയിലാണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷേ ഡീഡിൽ എന്താ പറഞ്ഞിരുന്നത്? 2:2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വിത്തൗട്ട് ഫോളോയിങ് ദി എബോവ് ടേംസ്, മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാതെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് എന്തൊക്കെ മിസ്റ്റേക്ക് വന്നു? റെമ്യൂണറേഷൻ കൊടുത്തിട്ടില്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടില്ല, പ്രോഫിറ്റ് ഷെയർ ചെയ്തത് 1:1 അപ്പോൾ ഈ മിസ്റ്റേക്കുകളെ എല്ലാം കറക്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. 5% വെച്ച് 3 lakhിൻ്റെയും 1,50,000ൻ്റെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15,000, 7,500, 7,500 ടോട്ടൽ 30,000 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. റെമ്യൂണറേഷൻ നമുക്ക് വരുന്നത് എത്രയാണ്? 36,000 ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, പെർ ആനം എമൗണ്ട് ആണ്. സോ ടോട്ടൽ നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് 30,000ഉം 36,000ഉം ടോട്ടലി 66,000 ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പേ ചെയ്യാനായിട്ടുള്ള വാല്യൂ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1,80,000 ആണ്. സോ 1,80,000 നിന്ന് 30,000ഉം 36,000ഉം കൊടുത്തു കഴിഞ്ഞാൽ
ബാക്കി 1,40,000 ആണ്. അതെന്ത് ചെയ്തു? 2:1 ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ട ജേണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രിയാണ്. അതായത് 1,80,000 ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രിയാണ് ആദ്യം നമ്മൾ എഴുതുന്നത്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് യൂസ് ചെയ്യണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും. അപ്പോൾ പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് 1,80,000 ഈക്വലി 60,000 വെച്ച് 3 പാർട്ട്നേഴ്സിന് വരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? റെമ്യൂണറേഷൻ്റെ എൻട്രി എഴുതുന്നു. റെമ്യൂണറേഷൻ ഏത് സൈഡിൽ എഴുതുന്നതാണ്? ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നതാണ്. സോ ജേണൽ എൻട്രി എങ്ങനെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ആസ് ക്യാപിറ്റൽ അക്കൗണ്ട്. റെമ്യൂണറേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തു 36,000 ആണ്. അതിനുശേഷം പിന്നെ വന്ന മിസ്റ്റേക്ക് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതിയില്ല എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡ് ഐറ്റം ആണ്. സോ പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നു. എമൗണ്ട്സ് 15,000, 7,500, 7,500 ഇതാണ് എമൗണ്ട് വരുന്നത്. അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? പ്രോഫിറ്റിനെ മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത എന്താണ്? 2:1 റേഷ്യോയിലാണ്. അതും കൂടി നമ്മൾ എഴുതണം. പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ആസ് ക്യാപിറ്റൽ അക്കൗണ്ട്. 1,14,000 ആണ് പ്രോഫിറ്റ് വരുന്നത്. അതിനെയാണ് 2:1 ഡിവൈഡ് ചെയ്തത്. അതിൻ്റെ എമൗണ്ട് 45,600, 45,600, 28,800. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ മിസ്റ്റേക്കിനും അതിൻ്റേതായ സെപ്പറേറ്റ് ജേണൽ എൻട്രി എഴുതിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. ഇപ്പോൾ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് എന്താ നമ്മൾ പറഞ്ഞത്? ഒരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത്, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്തെങ്കിലും വരുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് സിംഗിൾ എൻട്രി കൊണ്ട് തന്നെ നമ്മൾ ഈ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യുന്നതും, 2 ഓരോ മിസ്റ്റേക്കിനും നമ്മൾ സെപ്പറേറ്റ് ജേണൽ എൻട്രി എഴുതി തന്നെ മിസ്റ്റേക്കിനെ കറക്റ്റ് ചെയ്യുന്നതും. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ഒത്തിരി അധികം ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസും ടെക്സ്റ്റിലുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. താങ്ക്